വിവരങ്ങളുമായി സരീഷും നിഖിലും ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. ആദ്യം സരീഷിലേക്ക് പോവുകയാണ്. സരീഷ്, ഈ പതിവ് പോലെ തന്നെ ഇന്നും ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. ദൗത്യം അവസാനിപ്പിച്ചു. പിന്നെ ആകെ പറയുന്നൊരു ലീഡ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഒരു പുതിയ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ട്രക്കും ക്യാബിനും വേർപെട്ടിട്ടില്ല എന്ന പുതിയൊരു റിപ്പോർട്ടാണ്. ഒപ്പം ഈ രക്ഷാദൗത്യം ദിവസങ്ങളോളം നീണ്ടാലും അത് അവസാനിപ്പിക്കില്ല, സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും ഒപ്പം കാർവാർ MLA അടക്കമുള്ളവർ പറയുന്നു. അത് ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഇന്ന് എന്തൊക്കെയാണ് അവിടെ നടന്നത്? അർജുന് വേണ്ടിയുള്ള 11ാം ദിവസത്തെ തിരച്ചിലും ഇന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഇന്ന് എങ്ങനെ ഈ ട്രക്ക് പുറത്തെടുക്കാം, അല്ലെങ്കിൽ കൃത്യമായി എവിടെയെങ്കിലും ഇത് ഏത് രീതിയിലാണ് പൊസിഷൻ കണ്ടെത്താമോ എന്നുള്ള സംശയത്തോടെയാണ് ഇന്നത്തെ തിരച്ചിൽ ആരംഭിച്ചത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തന്നെയായിരുന്നു ഇന്നും പ്രധാനമായത്. അതിനിടയിലാണ് ഒരു ദൃക്സാക്ഷി ഈ വാഹനം മറയുന്നത് കണ്ടിട്ടുണ്ട്. അർജുൻ്റെ വാഹനം ലോറിയാണ്, ആ ലോറിയുടെ ക്യാബിൻ ഉൾപ്പെടെ താഴ്ന്ന ഭാഗം കണ്ടിട്ടുണ്ട് എന്നൊരു ദൃക്സാക്ഷിയുടെ മൊഴി പോലീസിന് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കുറച്ചുകൂടി ശക്തമായ പരിശോധന പല ഭാഗങ്ങളിലും നടത്തിയത്. അതിനിടയിലാണ് ഈ പുഴയുടെ മധ്യഭാഗത്ത് മണൽത്തിട്ട രൂപപ്പെട്ട സ്ഥലത്ത് കൃത്യമായൊരു സിഗ്നൽ ലഭിക്കുന്നത്. ആ സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി ഈ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിക്കുന്നു. അവിടെ ശക്തമായ ലോഹ സാന്നിധ്യം കണ്ടെത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ ഈ ഡിങ്കി ബോട്ടിൽ അങ്ങോട്ടേക്ക് നാവികസേന എത്തുന്നു. അവിടെ അവരുടെ സോണാർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നു. ആ സോണാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോഴും സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇവർ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ വാഹനം അവിടെ തന്നെ ഉണ്ട്. അതായത് ലോറി കൃത്യമായി ക്യാബിൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അവിടെ ഈ നടുഭാഗത്തുണ്ട് എന്നാണ്. പക്ഷേ അത് സ്ഥിരീകരിക്കണമെങ്കിൽ ഒരു പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. കൂടുതൽ സമയം അവിടെ ചിലവഴിച്ച് പരിശോധന നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കണ്ടെത്തിയ ഭാഗങ്ങളിൽ കൃത്യമായി ആർമിക്ക് അല്ലെങ്കിൽ നേവിക്ക് ഇറങ്ങണമെങ്കിൽ അവിടെ കൂടുതൽ അടിയൊഴുക്ക് ശക്തമായ സ്ഥലത്ത് മറ്റൊരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. കാരണം മനുഷ്യ സഹജം എന്ന രീതിയിൽ താഴേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ മുങ്ങൽ വിദഗ്ധർ താഴേക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇറങ്ങുക എന്ന് പറയുന്നത് അസാധ്യമാണ്. നിലവിൽ 5.5 നോട്ടിക്കൽ മൈൽ സ്പീഡാണ്, അതായത് നോട്ട് സ്പീഡാണ് അവിടെയുള്ളത് അടിയൊഴുക്കിന്. അതിനെ അതിജീവിക്കുക എന്നുള്ളത് സാധാരണ ഒരു മുങ്ങൽ വിദഗ്ധന് സാധിക്കുന്നതല്ല. നിലവിൽ നേവി ഇറങ്ങുന്നത് 2 നോട്ടിക്കൽ മൈൽ മാത്രമുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ നിലവിൽ 2.5 നോട്ട് മാത്രമുള്ള സ്ഥലങ്ങളിൽ ആണെങ്കിൽ പരിശോധന നടത്താം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ 5.5 മുതൽ 8 വരെ നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് ഈ അടിയൊഴുക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങുക അസാധ്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൊണ്ടുവന്നാൽ അവിടെ അതിന് മുകളിൽ കയറി പൈപ്പ് സ്ഥാപിച്ച പരിശോധന നടത്താനാകും എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഗോവയിൽ നിന്നും ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, അതായത് ഒരു ചങ്ങാടത്തിന് സമാനമായ ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം ഈ നദിക്ക് എവിടെയാണോ ആവശ്യം, അല്ലെങ്കിൽ എവിടെയാണോ ഈ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത്, ആ സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് ഈ ചങ്ങാടത്തിന് സമാനമായ പ്ലോട്ട് അവിടെ സ്ഥാപിക്കും. അതിനുശേഷം അതിന് താഴെ നിന്നും കപ്പൽ എങ്ങനെയാണോ നങ്കൂരമിടുന്നത് അത്തരത്തിൽ അവിടെ നങ്കൂരമിട്ട് ഉറപ്പിക്കും. അതിനുശേഷം ഒരു പൈപ്പിലൂടെയോ അല്ലെങ്കിൽ സ്റ്റീൽ റോഡ് ഉപയോഗിച്ചോ അവിടെ മണ്ണിലേക്ക് താഴ്ത്തി അവിടെ സ്ഥിരമായ ഒരു കുറ്റി ഉറപ്പിക്കുന്നത് പോലൊരു പൈപ്പ് സ്ഥാപിക്കും. അതിലൂടെ മുങ്ങൽ വിദഗ്ധർക്ക് ഈ താഴേക്ക് ഇറങ്ങാനാകും എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് രാത്രിയോ നാളെ പുലർച്ചെയോ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടേക്ക് എത്തും. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ തന്നെ ഇത്തരത്തിലുള്ള പരിശോധന നടത്താനാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് സീറോ വിസിബിലിറ്റി എന്നുള്ള കാര്യമാണ്. നിലവിൽ ഈ പുഴയിലേക്ക് ഇറങ്ങിയാൽ 1% പോലും, അല്ലെങ്കിൽ ഒന്നും കാണാനാകുന്നില്ല എന്നുള്ളതാണ് നേവൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ എങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ദൗത്യം ഇങ്ങനെ നീളുന്നു. ഞാൻ നിഖിലിലേക്ക് കൂടി പോവുകയാണ്. നിഖിൽ, ഈ പറഞ്ഞതുപോലെ നിലവിൽ ഈ പുഴയുടെ ഒഴുക്ക് 8 നോട്ടാണ്. ഇതൊരു 3-ലേക്കെങ്കിലും എത്തിയെങ്കിൽ മാത്രമേ ഇവർക്ക് അവിടെ ഇറങ്ങി ഡൈവ് ചെയ്ത കാര്യങ്ങൾ നോക്കി അറിയാൻ പറ്റുകയുള്ളൂ എന്നാണ് അധികൃതരെല്ലാം പറയുന്നത്. മത്സ്യത്തൊഴിലാളികളടക്കം അവിടെ വിന്യസിക്കുമെന്നും പറയുന്നുണ്ട്. ഇനി എങ്ങനെയാവും ദൗത്യം?
സേതുലക്ഷ്മി, തീർച്ചയായും അതുതന്നെയാണ്. എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് 11 ദിവസം ഈ ദൗത്യം തുടർന്നു. പക്ഷേ പ്രതികൂലമായ സാഹചര്യങ്ങൾ നിരവധിയാണ്. പുഴയുടെ ഒഴുക്ക്, മഴ, പ്രതികൂലമായ കാലാവസ്ഥ എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ദൗത്യം തുടരാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ എന്താണ് ബദൽ മാർഗം എന്ന് തേടുകയാണ്. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ ആ ബദൽ മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പോണ്ടൺ എന്ന് പറയപ്പെടുന്ന ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് പോകുന്നത്. ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരുപക്ഷെ ഇന്ന് രാത്രി മുതൽ അല്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടി തന്നെ ദൗത്യം അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക്, മറ്റൊരു രൂപത്തിൽ മാറും എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ ബന്ധപ്പെട്ടവരെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ദൗത്യത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്ന് തീരുമാനിക്കുകയും ആ ലോറി കണ്ടെത്തി ഉയർത്തുക, അർജുൻ എവിടെയെന്ന് കണ്ടെത്തുക തുടങ്ങിയ ആ ലക്ഷ്യത്തിലേക്ക് എന്തായാലും എത്തും എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഏറ്റവും ആധുനികമായ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമായ സംവിധാനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നാളെയും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ദൗത്യസംഘം ഈ ഗംഗാവാലി പുഴയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഈ പറഞ്ഞതുപോലെ പുഴയുടെ അടിയൊഴുക്ക് പ്രശ്നമാണ്. ആ പ്രശ്നം എന്തായാലും മനുഷ്യന് സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ ആ പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുക എന്നത് ഒട്ടും സാധ്യമല്ലാത്ത കാര്യമാണ്. ഈ പറയുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്ന സ്പീഡ് പോലും നേവി ഉദ്യോഗസ്ഥർ അത്രയും ഒഴുക്കിലുള്ള ഒരു വെള്ളത്തിൽ ഇറങ്ങാൻ തയ്യാറാവുന്നത് ഒരു ജീവൻ രക്ഷിക്കേണ്ട അടിയന്തര സാഹചര്യം എന്ന ഘട്ടത്തിലാണ്. അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ സാഹചര്യത്തെ നേവി കാണുന്നുണ്ട്. അതൊരു പക്ഷേ 3.5 നോട്ടിക്കൽ മൈൽ വരെ ആയാൽ പോലും തങ്ങൾ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ തയ്യാറാണ് എന്ന് നേവി പറയുന്നുമുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇന്നിപ്പോൾ കലക്ടർ പറയുന്നത്, ഉത്തരകന്നഡ കലക്ടർ പറയുന്നത്, ഇന്ന് ഈ ജലത്തിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത് 5.5 നോട്ട്സിനും മുകളിലാണ്. ഏകദേശം 6 നോട് അടുത്താണ് ഇന്നത്തെ ഈ ഒഴുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ, അതായത് പരമാവധി അനുവദനീയമായതിൻ്റെ ഇരട്ടിയോളം വേഗതയിലാണ് ഇപ്പോഴും ഈ ഗംഗാവാലി പുഴ ഈ പ്രദേശത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ശക്തമായ അടിയൊഴുക്കുണ്ട്. അപ്പോൾ ആ അടിയൊഴുക്കിൽ ഡൈവർമാർക്ക് നേരിട്ട് ഇറങ്ങി പോകുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ മാർഗങ്ങളിലേക്ക് പോകുന്നത്. എന്തായാലും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കണ്ടെത്തണം, ആ ട്രക്ക് കണ്ടെത്തണം. ഇത് തീർച്ചയായും നിഖിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇനി ഈ നദിയിലെ ഒഴുക്ക് അത് 1/3 കുറഞ്ഞെങ്കിൽ മാത്രമേ ഇവർക്ക് നേരിട്ടിറങ്ങിയുള്ള ലോറിക്കരികിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അങ്ങനെ തന്നെയാണ് മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞതും. എന്താണെങ്കിലും 11ാം ദിവസം പിന്നിടുമ്പോഴും ഈ ദൗത്യം പ്രതിസന്ധിയിൽ തന്നെയാണ്. നദിയിലെ ഒഴുക്ക് കുറഞ്ഞെങ്കിൽ മാത്രമേ ഇറങ്ങിയുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. സരീഷ് പി കെയും നിഖിലുമാണ് വിവരങ്ങൾ നൽകിയത്. പുഴയുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനായി പോൺടൂൺ ബ്രിഡ്ജ് എത്തിക്കുമെന്നാണ് ഉത്തര കന്നഡ SP M നാരായണ ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. ലോറി പുഴയിലുള്ളത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ സഹായം കൂടി തേടുമെന്നും SP പറഞ്ഞു. ഉത്തരകന്നഡ പോലീസ് കമ്മീഷണർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സർ, വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഇൻ ദിസ് ഷിരൂർ റിവർ? Today we have searched entire the river bed to know the depths. Number 3, the Indrabalan team of Kukpe is given 3 exact points where already our radar images are there. So that is coincident that we are confirmed that lorry is there. So next operation would be with the help of the Navy. We want to go into the riverbed and anchorage the lorry and see whether any bodies are there or any survivors are there. But river is flowing very roughly with 8 knots, so that it is humanly impossible to go inside. So district administration now getting with the help of Sri MLA Satish Sail of the Karwar on pontoon mission from the Goa. It can float on the river, so that from their point, after calculating the speed of the river, our master divers can go inside and anchorage the thing. And we are calling some local fishermen's help also to do traditional way also, so that we are using all the methods. So hopefully today after in the night or in the morning, we'll go into the river bed. So did the Navy people informed officially that they are unable to go into the sea? Yeah, that is the thing. They have told 2 to 3 minutes they can get, not on 8. That is humanly impossible. We are waiting the river to be calmed down.
തീർച്ചയായും അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം നേവി അവരുടെ ബുദ്ധിമുട്ട് ഈ ഇത്രയും ഒഴുക്കുള്ള 8 നോട്ടിക്കൽ മൈൽ വരെ ഒഴുക്കുള്ള പുഴയിലേക്ക് ഇറങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മറ്റ് സംവിധാനങ്ങളിലേക്ക് പോവുകയാണ്. ആ സംവിധാനങ്ങൾ ഏത് തരത്തിലുള്ളതാണ് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി മുതൽ തന്നെ അത് പ്രാവർത്തികമാക്കുന്ന രീതിയിലേക്ക് പോകും എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായം കൂടി തേടും എന്നുകൂടി കമ്മീഷണർ പറയുന്നുണ്ട്.